Assalamu alaikum. Hello dear students. So we are going to learn our third chapter in physics, force. Okay. So what is our chapter name? Force. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഫോഴ്സ്? അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ഫോഴ്സിനെ കുറിച്ച്? എങ്ങനെയാണ് ഫോഴ്സ് എന്നുള്ളത്? അറിയാം നമുക്കല്ലേ. ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പല പല കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോഴെന്താണ് ഫോഴ്സ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ. സോ നമുക്കറിയാം നമ്മളൊരു മോഷൻ എന്താണ്, ഇപ്പം നമ്മൾ ഈ ടേബിൾ എന്ത് ചെയ്യുന്നു, ടേബിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളുന്നു. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അതിൻ്റെ മോഷനിൻ്റെ അതിൻ്റെ ആ ഒരു റെസ്റ്റിലാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് നൗ അല്ലേ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. വെൻ വി അപ്ലൈ ഫോഴ്സ് ഇൻ ടു ഇറ്റ്, നമ്മൾ അതിലേക്കൊരു ഫോഴ്സിനെ അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് മൂവ്സ് അല്ലേ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മോഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് അല്ലേ. രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഇൻട്രാക്ഷനിൽ വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഒന്നിലേക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യുന്നതുണ്ട് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ മോഷൻ സംഭവിക്കും അല്ലേ. ദെയർ ഹാപ്പൻസ് ദ മോഷൻ അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ഉണ്ട്, പുഷ് ഉണ്ട്, പുള്ളുണ്ട്. സോ ദെയർ ആർ 2 types of force we give, that is പുഷ് ഉണ്ട്, പുഷും ഉണ്ട്, പുള്ളുണ്ട്. അപ്പോൾ എന്താണ് പുഷ്, എന്താണ് പുള്ള് നമുക്കറിയാം. വി നോ ദാറ്റ് വാട്ട് ഈസ് പുഷ് ആൻഡ് പുൾ അല്ലേ. നമ്മൾ അവിടെ നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പുഷ് പുള്ളെന്ന് അവിടെ ആ ഡോറിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്താണ് പുഷ് ചെയ്യാന്ന് പറയുന്നത്, പുഷ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ തള്ളുക എന്ന് പറയും അല്ലേ. പുള്ള് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വലിക്കുക എന്ന് പറയും. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പുഷിങ് എ കാർ, ഒരു കാർ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ, പുഷസ് ദ ഡോറ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു അല്ലേ. ഡോറ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് പുൾസ് എ കാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്, നമ്മൾ പുള്ള് ചെയ്യാണ് അല്ലേ, വലിക്കുകയാണ് ചെയ്യുന്നത്. പുൾസ് എ ഡോറ് നമ്മൾ വലിച്ചു തുറക്കുന്നു. അതുപോലെ തന്നെ പുൾസ് ദ കൗ യൂസിങ് ദ സ്ട്രിങ് ഉപയോഗിച്ച് കൗവിനെ എന്ത് ചെയ്യുന്നു, വലിക്കുന്നു അല്ലേ. നമ്മൾ കൗവിനെയൊക്കെ കൊണ്ടുവന്നിട്ടില്ല, അതിനെ എന്ത് ചെയ്യും, വലിക്കുന്നു. ദെൻ പുഷസ് ദ വാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുഷ് എന്താണ്, പുൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ. സോ പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക. ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉണ്ട്, ഇൻ ഫോഴ്സ് ദർ ഈസ് പുഷ് ആൻഡ് പുൾ. ഫോഴ്സിൽ എന്തൊക്കെയാണുള്ളത്, പുഷും ഉണ്ട്, പുള്ളും ഉണ്ട് അല്ലേ. പുഷ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് തള്ളുക എന്നുള്ള. പുള്ളെന്ന് പറഞ്ഞാൽ എന്താ, വലിക്കുക എന്ന് പറയും. അപ്പം ഫോഴ്സസ് ഓഫ് 2 types, ദാറ്റ് ഈസ് പുഷ് ആൻഡ് പുൾ. രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, പുഷും ഉണ്ട്, പുള്ളും ഉണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പുഷ്ഡ് ഓർ പുൾഡ്, എ ഫോഴ്സ് ഈസ് ബീങ് അപ്ലൈഡ് ഓൺ ഇറ്റ്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പുഷ്ഡ് ഓർ പുൾഡ്, നമ്മളൊരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുള്ള് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്, അവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ വസ്തു എന്ത് ചെയ്യത്തുള്ളൂ, പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യപ്പെടുകയോ ചെയ്യത്തുള്ളൂ. സോ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പുഷ്ഡ് ഓർ പുൾഡ്, എ ഫോഴ്സ് ഈസ് ബീങ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, അവിടെ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു പുഷോ പുള്ളോ ഒക്കെ അവിടെ ഹാപ്പൻ ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ആക്ടിവിറ്റി, അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ. ഒരു ബോളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു റോളിംഗ് ബോളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. സ്ലോലി പുഷിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ വിത്ത് ദ ലെഗ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ലെഗ്, ഫുട്ബോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ വാട്ട് ഈസ് ദ റിസൾട്ട് ദെയർ, ദ ബോൾസ് കം റെസ്റ്റ്. കുറേ നേരം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് അതിനെ എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുത്ത് അതിനെ നമ്മളിങ്ങനെ തട്ടി അല്ലെങ്കിൽ ഹിറ്റ് ചെയ്ത് ഒരു ദൂരത്തേക്ക് ഡിസ്റ്റൻസിലേക്ക് അത് പോവുകയും ഒരു സമയം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അത് റെസ്റ്റിലേക്ക് പോവുകയും ചെയ്യും അല്ലേ. ബോൾ എന്ത് ചെയ്യും, കുറേ നേരം കഴിയുമ്പോൾ അവിടെ അങ്ങ് നിൽക്കും. സോ റിസൾട്ട് എന്താണ്, ദ ബോൾ ബിക്കം റെസ്റ്റ്, അല്ലെങ്കിൽ ബോൾ റീച്ചസ് ടു റെസ്റ്റ്, ദ ബോൾ കംസ് ടു റെസ്റ്റ്. ദെൻ അനദർ സിറ്റുവേഷൻ, പുഷിങ് എ വാൾ. ഒരു വാൾ നമ്മൾ പുഷ് ചെയ്യുന്നു അല്ലേ. വാളിനെ നമ്മൾ പുഷ് ചെയ്യുമ്പം അവിടെ എന്താണ് റിസൾട്ട്, ദ വാൾ ഈസ് എ ടെൻഡൻസി ടു മൂവ്. ആ വാളിന് എന്ത് കാണും, ഒരു മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവുന്നുണ്ട്. ദെൻ എ ഫുട്ബോൾ ഈസ് കിക്ക്ഡ്. നമ്മളൊരു ഫുട്ബോളിനെ എന്ത് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു അല്ലേ. നമ്മൾ കാല് വെച്ചിട്ട് ലെഗ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട്, ദ ഡയറക്ഷൻ ചേഞ്ചസ് അല്ലേ. ഫുട്ബോളിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും
ആൻഡ് അനദർ എക്സാമ്പിൾ, എ പീസ് ഓഫ് സ്പോഞ്ച് ഈസ് പ്രസ്ഡ്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു, സ്പോഞ്ചിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് ദെയർ, എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്പോഞ്ചിൻ്റെ ഷേപ്പിന് എന്ത് ചെയ്യും, ചേഞ്ച് വരും അല്ലേ. ആൻഡ് പുള്ളിങ് എ കൗ, ഒരു കൗവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ളി ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ട്, ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കൗ ചേഞ്ചസ്. ആ കൗവിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അതിൽ നിന്ന് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് എക്സാമ്പിൾസ്, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, എന്താണ് അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ദ ചേഞ്ച് ഇൻ റെസ്റ്റ്. അപ്പോൾ എന്തിനൊക്കെ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിൽ ഫോഴ്സ് പ്രയോഗിച്ചു എന്ന് പറയുന്നത്, ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്? ദാറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് വിച്ച് ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ് അല്ലേ, അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു. അപ്പം നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു. വി ജസ്റ്റ് സ്ട്രെച്ച് എ റബ്ബർ ബാൻഡ് എടുത്ത് സ്ട്രെച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഷേപ്പിൽ എന്ത് വരും, വ്യത്യാസം വരും അല്ലേ. സോ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് പറയാം. ദെൻ ഷേപ്പിൽ, അതുപോലെ തന്നെ എന്താണ് സൈസ്, അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ എന്തൊക്കെ ചേഞ്ച് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം. ദെൻ വോളിയം അല്ലേ, വോളിയം, അതിൻ്റെ വോളിയം എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വി ഹാവ് ലേൺഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് ഈസ് വോളിയം. അപ്പോൾ അതിൻ്റെ വോളിയത്തിൽ എന്ത് ചെയ്യും, ചേഞ്ച് വരും. ദെൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി, ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ ഒരു എന്താണ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്നൊക്കെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് മോഷനിലാവും. അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ ഹിറ്റ് ചെയ്യുന്ന ഫുട്ബോൾ മോഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, അത് റെസ്റ്റിലേക്ക് പോകും. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു ബോഡിക്ക് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഇസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻ, ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ്, വാട്ട് ചേഞ്ചസ് ആർ ടേക്സ് പ്ലേസ് ദെയർ, എന്തൊക്കെ ചേഞ്ചസ്, അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാവുന്നു, സൈസിൽ ചേഞ്ച് ഉണ്ടാവുന്നു, അതിൻ്റെ വോളിയത്തിൽ, അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാവുന്നു, സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാവുന്നു. അങ്ങനെ പല ചേഞ്ചസ് എന്ത് നടക്കുന്നു, ഫോഴ്സ് കാരണം അവിടെ നടക്കുന്നുണ്ട് അല്ലേ. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്ടൺ. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്, ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മറക്കരുത് കേട്ടോ. സോ 1 ന്യൂട്ടൺ അല്ലേ, നമ്മൾ 1 ന്യൂട്ടൺ ഇത്ര ഫോഴ്സ് നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ പറയത്തില്ലേ, 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ എന്നുള്ളതാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. Then in different types of forces. So next we are going to learn about the different types of forces. So നമ്മൾ ഇതുവരെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്, എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എ ഫോഴ്സ് said to be done the size, shape or change in the state of rest or state of motion. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസിലോ ഷേപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മോഷനിലാവുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. പല ടൈപ്പിലുള്ള ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ പുഷും പുള്ളും നമ്മൾ പറഞ്ഞു, അതെന്താണെന്ന് നമുക്കറിയാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. മാൻ ആൻഡ് അതർ ലിവിങ് ക്രീച്ചേഴ്സ് യൂസ് മസ്കുലാർ ഫോഴ്സ് ടു വർക്ക് അല്ലേ. നമ്മൾ എന്ത് ഫോഴ്സാണ് ചെയ്യുന്നത്, മസിൽസ് വെച്ചിട്ടുള്ള ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. മസ്കുലാർ ഫോഴ്സ് ആണ്. ടു വർക്ക് ചെയ്യാൻ നമ്മൾ ഏത് ഫോഴ്സാണ് യൂസ് ചെയ്യുന്നത്, മസ്കുലാർ ഫോഴ്സ്. എ മാഗ്നറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ദിസ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ബൈ എ മാഗ്നറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ച ഏത് ഫോഴ്സ്, വിച്ച് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ്. എന്താണ് മസ്കുലാർ ഫോഴ്സ്? ഓക്കെ. ദ സെക്കൻഡ് വൺ ഇസ് മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്? അതായത് ഒരു മാഗ്നറ്റ് നമുക്കറിയാം, ഇനി മാഗ്നറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അല്ലേ. ഒന്നിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണെങ്കിൽ പരസ്പരം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്യും. സോ ആ ഒരു ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് വൺ ഇസ് മാഗ്നറ്റിക് ഫോഴ്സ്. So the first one is what? The first one is muscular force. The second one is magnetic force. Magnetic force എന്ന് പറയുമ്പോൾ എന്താ, ചിലപ്പോൾ അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണെങ്കിൽ തമ്മിൽ അട്രാക്ട് ചെയ്യും. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അത് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റിപ്പൽ ചെയ്തു എന്ന് വെച്ചാൽ അത് പരസ്പരം എന്ത് ചെയ്യുന്നു, വികർഷിച്ച് പോകുന്നു. ദെൻ എ പ്ലാസ്റ്റിക് പെൻ വെൻ റബ്ഡ് ഓൺ ദ ഹെയർ ക്യാൻ അട്രാക്ട് എ സ്മോൾ പീസസ് ഓഫ് എ പേപ്പർ. അതായത് നമ്മളൊരു പെൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് തലയിൽ വി ജസ്റ്റ് റബ് ദ പെൻ ഇൻ അവർ ഹെയർ.
നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? റബ്ബ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേപ്പർ എന്ത് ചെയ്യുക, പേപ്പർ നമ്മൾ ചുരുട്ടിയിടുക, അല്ലെങ്കിൽ പേപ്പർ ജസ്റ്റ് സ്മോൾ പീസസ് ആക്കിയിട്ട് പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പെൻ നല്ലതായിട്ട് തലയിൽ റബ്ബ് ചെയ്തിട്ട് നല്ല കുറച്ചും കൂടെ നല്ല ഓയിലി ആയിട്ടുള്ള എയറിൽ റബ്ബ് ചെയ്യുക കേട്ടോ. അപ്പോഴെന്ത് ചെയ്യുക, അവിടെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റബ്ബ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, നമ്മൾ ഈ പെൻ എന്ത് ചെയ്യുന്നു, പെന്ന് നമ്മൾ ആ പേപ്പറിൻ്റെ പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പേപ്പർ എന്ത് ചെയ്യും, ദിസ് പേപ്പർ അട്രാക്ട്സ് ദ പെന്നിലേക്ക് എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരെന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫോഴ്സിൻ്റെ പേര്. ബിക്കോസ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്തു, ചാർജുകൾ ഡെവലപ്പ് ചെയ്തു. So this is due to the electrostatic force. A plastic pen when rubbed on hair can attract small pieces of paper. ഒരു പ്ലാസ്റ്റിക് പെൻ എടുത്തിട്ട് നമ്മൾ തലയിൽ റബ്ബ് ചെയ്തിട്ട് കുറച്ച് സ്മാൾ പീസസ് ഓഫ് പേപ്പർ നമ്മൾ അതിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പെന്നിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഹെയറിൽ റബ്ബ് ചെയ്തിട്ട് കുറച്ച് സ്മാൾ പീസസ് ഓഫ് പേപ്പർ ഇട്ടിട്ട് ഈ പെൻ എടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ എന്ത് ചെയ്യും, ഈ പേപ്പർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. Okay, so this is due to the electrostatic force. Objects in the universe have an attractive force between them. അതായത് യൂണിവേഴ്സിലുള്ള ഒബ്ജക്ട്സിന് എന്തുണ്ട്, പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചാർജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂണിവേഴ്സിലുള്ള ഒബ്ജക്ട്സിന് ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് നോൺ ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പം ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണെന്ന് മനസ്സിലായല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് എക്സാമ്പിൾ നിങ്ങൾ ലിസൺ ചെയ്യുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഒരു പെൻ എടുത്തിട്ട് റബ്ബ് ചെയ്യുന്നു, റബ്ബ് ചെയ്തിട്ട് അതിലേക്ക് സ്മോൾ പീസസ് ഓഫ് പേപ്പേഴ്സ് കാണിച്ചാൽ അതിൽ എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്യപ്പെടും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് ദ നെക്സ്റ്റ് ഫോഴ്സ്. ആൻഡ് the another one, force in relation to motion commonly known as mechanical force. പിന്നീട് വേറെ ഫോഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ട്. Then when an object moves over another object, the force which opposes the relative motion of the object is the frictional force. പിന്നുള്ള ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ യു ക്യാൻ ലേൺ ഡീറ്റെയിൽലി അബൌട്ട് ഫ്രിക്ഷൻ. അപ്പോൾ ഇപ്പം എന്താണെന്ന് പറയുന്നില്ല ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്പം നമുക്കത് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ പറയാം. അപ്പം സോ അതർ ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതൊരു നെഗറ്റീവ് ഫോഴ്സ് ആണ്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോൺടാക്റ്റിൽ വരുമ്പം അതിനിടയിൽ വരുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. വെൻ ടു ഒബ്ജക്ട്സ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് and there arises a negative force there, the force is called frictional force. അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെ പല പല ടൈപ്സ് ഫോഴ്സ് ഉണ്ട്. അപ്പം വേറെയും കുറേ ഫോഴ്സസുകളുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് ഫോഴ്സ്. മസ്കുലാർ ഫോഴ്സ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് മസ്കുലാർ. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ദ നെഗറ്റീവ് ഫോഴ്സ് ഓർ ദ ഒപ്പോസിങ് ഫോഴ്സ്. ആ ഒരു ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് വി ഹാവ് ലേൺഡ്. ദെൻ ഇനി നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് സിറ്റുവേഷൻ, പുഷിങ് എ ട്രോളി. ഒരു ട്രോളി എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. അപ്പം ഒരു ട്രോളി നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഒരു ട്രോളീനെ പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ആ മാനും ആ ട്രോളിയുമായിട്ട് എന്താ ഉണ്ട്, ദർ ഈസ് എ കോണ്ടാക്റ്റ് അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്റ്റ് ഉള്ളതിന് എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പുഷിങ് എ ട്രോളി ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അങ്ങനെ രണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്റ്റിലുള്ളതാണെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട്സിലുള്ളതാണെങ്കിൽ ടിക്ക് കൊടുക്കുക. ഇവിടെ ഒരു മാൻ എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സൺ ഒരു ട്രോളിയെ പുഷ് ചെയ്യുന്നു. അവിടെ എന്തുണ്ട്, ദർ ഈസ് എ കോണ്ടാക്റ്റ് അല്ലേ, അവിടെ ഒരു എക്സ്റ്റേണൽ കോണ്ടാക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ പുള്ളി എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ദ സെക്കൻഡ് എക്സാമ്പിൾ, എ കോക്കനട്ട് ഫോളിങ് ഫ്രം ദ കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ നിന്ന് ഒരു കോക്കനട്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് വീഴുന്നു. അവിടെ എന്തില്ല, അവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല അല്ലേ. കോക്കനട്ട് ട്രീ താഴേക്ക് വീഴുമ്പോൾ അവിടെ എന്തില്ല, അവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല. ദെൻ ദ തേർഡ് എക്സാമ്പിൾ, ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെല്ല്. ഒരു കിണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെള്ളം എന്ത് ചെയ്യുന്നു, കോരുന്നു. അപ്പോൾ അത് എന്താണ്, നമ്മളവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, നമ്മളും ആ ഒരു കയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കോണ്ടാക്റ്റിൽ ഉണ്ട്. അപ്പോൾ അതൊരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ദെൻ എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീയിങ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്.
അപ്പോൾ എന്താ ചെയ്യുന്നു, ഒരു ബോൾ എന്ത് ചെയ്യുന്നു, റെസ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ് ഈ ബോൾ റോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. ദെൻ എ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് ടു എ നെയിൽ, ഒരു നെയിലിലേക്ക് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നു. അവിടെ എന്താണ്, ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ഇല്ല, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അട്രാക്ട് ചെയ്യുന്നു. അല്ലാതെ അവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്തില്ല, ഒരു കോണ്ടാക്റ്റ് ഇല്ല. Then a plastic scale rubbed on a hair attracts the piece of paper. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്, in the case of electrostatic we learn that example when we take a comb and just rub into a hair and we show it into a small bits of paper. The bits of paper attract to this കോമ്പ് അല്ലേ, ആ പേപ്പർ എന്ത് ചെയ്യുന്നു, കോമ്പിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല, അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണുള്ളത്. ദർ ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്, ദർ ഈസ് നോ കോണ്ടാക്ട് ഫോഴ്സ്. അവിടെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് അല്ല ഉള്ളത്, അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ എന്താണ്, നമ്മൾ 2 ടൈപ്പ് ഫോഴ്സ് പഠിച്ചു, കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഫ്രം several examples we learned about two types of forces, contact forces and non-contact forces. കോണ്ടാക്റ്റ് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. സോ 2 ഒബ്ജക്ട്സ് തമ്മിൽ ഒരു എക്സ്റ്റേണലി ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, അത് കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് പറയാം. ഇനി കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ അത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്? ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് 2 ഒബ്ജക്ട്സ് തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ഒബ്ജക്ട്സ്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്റ്റ് വിത്തൗട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫ്രിക്ഷൻ അല്ലേ, നമ്മൾ ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായിരുന്നു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ദ ഒപ്പോസിങ് ഫോഴ്സ് അല്ലേ, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ, ഘർഷണം എന്ന് പറയും. ഫ്രിക്ഷൻ ഈസ് ദ ഒപ്പോസിങ് ഫോഴ്സ്. ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയാം നമുക്ക്. അപ്പം നമുക്ക് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ദർ ആർ സോ മെനി അഡ്വാൻറ്റേജ് ഫുൾ സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ് ഓൾസോ. നമ്മളെ മെറിറ്റും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട്. ഫ്രിക്ഷൻ ഹാസ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. നല്ലതും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. ഫോർ ഫ്രിക്ഷൻ ദർ ഈസ് ഹാംഫുൾ സിറ്റുവേഷൻ ആൻഡ് എന്താണ് ഹാംഫുൾ അല്ലാത്ത നോൺ ഹാംഫുൾ സിറ്റുവേഷൻസും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ സിറ്റുവേഷൻസും ഉണ്ട്. സോ നമുക്ക് എന്താ ഫ്രിക്ഷൻ എന്നുള്ളത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നു, നമ്മൾ റൺ ചെയ്യുന്നു. അപ്പം നമ്മുടെ ലഗിനും നമ്മുടെ ആ ഫ്ലോറിനും ഇടയ്ക്ക് എന്തുകൊണ്ട്, അതിനിടയിൽ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലേ. ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഗ്രിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഇടയ്ക്കുള്ള ഒരു ഗ്രിപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫ്രിക്ഷൻ എന്ന് പറയാം. സോ ഇറ്റ്സ് എ നെഗറ്റീവ് ഫോഴ്സ് ഓർ ദ ഒപ്പോസിങ് ഫോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മാച്ച് സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അതിനകത്ത് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ടല്ലേ അത് നമ്മൾ ലൈറ്റൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അതിനിടയിൽ എന്താ ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ആ 2 ഒബ്ജക്ട്സിൻ്റെ സർഫസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാരലൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് പാരലൽ ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. നമുക്ക് വേറെ എക്സാമ്പിൾസ്, ഇപ്പം നമ്മൾ കാർ എന്ത് ചെയ്യുന്നു, കാറ് നമ്മൾ ജസ്റ്റ് റോഡിൽ കൂടെ എന്ത് ചെയ്യുന്നു, അതിനെ ഡ്രൈവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ കാറിനും എന്ത് ചെയ്യുന്നു, പിന്നെ റോഡിനും ഇടയ്ക്കായിട്ട് അതിനിടയിൽ എന്താ ഉണ്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ടാണ് ആ കാറ് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ആ ഒരു ഒപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് ഹാംഫുള്ളും ആണ്, സംടൈംസ് ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഓൾസോ. ചില സമയത്ത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് പറയാം, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വെൻ എവർ എ ബോഡി മൂവ്സ് ഓവർ ആൻ അനദർ ബോഡി, ഒരു ബോഡിയുടെ മുകളിലൂടെ വേറൊരു ബോഡി എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. അല്ലെങ്കിൽ വെൻ എ ബോഡി മൂവ്സ് or tends to move on the surface of another body, a force is experienced parallel to the surface which is opposes the relative motion between them. അപ്പം 2 ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു. അപ്പോൾ 2 ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിനിടയിൽ എന്താ ഉണ്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. ഓക്കെ, സോ വെൻ എ ബോഡി മൂവ്സ് ഓർ ടെൻസ് ടു മൂവ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദ സർഫസ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. എങ്ങനെയായിരിക്കും ആ ഫോഴ്സ് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, 2 ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു. വെൻ ദ 2 ഒബ്ജക്ട്സ് കംസ് ഇൻ കോണ്ടാക്ട് ബിറ്റ്വീൻ
ടു അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോൺടാക്ട്സിൽ വരുമ്പോൾ അതിനിടയിൽ ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഇൻ കോൺടാക്ട്സ് ദർ എറൈസസ് എ പാരലൽ ഫോഴ്സ്. അതിൽ എന്ത് ചെയ്യുന്നു, ഒരു പാരലൽ ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് പാരലൽ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. അപ്പോൾ ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒപ്പോസിങ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബിറ്റ്വീൻ ദ ഫ്ലോർ ആൻഡ് ലെഗ്സ്, നമ്മുടെ ഫ്ലോറിനും ലെഗിനും ഇടയ്ക്ക് എന്തോ ഉണ്ട്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രിക്ഷൻ അല്ലേ. സോ ദ ഫ്രിക്ഷൻ ഈസ് സംടൈംസ് ബെനിഫിഷ്യൽ ആൻഡ് സംടൈംസ് ഹാംഫുൾ ഫ്രിക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്, ബെനിഫിഷ്യൽ ഫ്രിക്ഷനും ഹാംഫുൾ ഫ്രിക്ഷനും. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ, നമ്മൾ അതിനിടയിൽ ഒരു റഫ്നെസ് ഉണ്ടല്ലേ, ആ ഒരു റഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷനും കൂടുതലായിരിക്കും അല്ലേ. വെൻ ദ റഫ്നെസ് ഇസ് ഹൈ ദ ഫ്രിക്ഷൻ ഈസ് ഓൾസോ ഹൈ. റഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷനും നമ്മൾ നമ്മുടെ ഫ്ലോറിനും അല്ലെങ്കിൽ നമ്മുടെ ലെഗിനും ഇടയ്ക്കായിട്ട് എന്താ ഉണ്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. ആ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. അവിടെ എന്താണുള്ളത്, റഫ്നെസ് ആണുള്ളത്. സോ വെൻ റഫ്നെസ് ഈസ് ഹൈ ഫ്രിക്ഷൻ ഈസ് ഓൾസോ ഹൈ. ദെൻ സ്മൂത്ത്നെസ് ആണെങ്കിൽ ഫ്രിക്ഷൻ, നല്ല സ്മൂത്ത് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലോ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചോക്ക് ബോർഡ് അല്ലെങ്കിൽ നമ്മൾ ചോക്ക് ബോർഡിൽ എന്ത് ചെയ്യുന്നു, ചോക്ക് ബോർഡിൽ നമ്മൾ ചോക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ വി റൈറ്റ് ഇൻ ദ ചോക്ക് ബോർഡ് യൂസിങ് ചോക്ക് ഉപയോഗിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ആ ചോക്ക് ഉപയോഗിച്ച് നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്നത്, അതിനിടയിൽ എന്തുണ്ട്, ആ ബോർഡിനും ആ ചോക്കിനും ഇടയിലായിട്ട് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് ഫ്രിക്ഷൻ. ഡ്യൂ ടു ഫ്രിക്ഷൻ വി ക്യാൻ റൈറ്റ് സ്മൂത്ത്ലി ഇൻ ദ ബോർഡ് അല്ലേ. നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ കാരണമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് നമുക്കവിടെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പം എന്താണ് ചില ടൈം ഇൻ സം ടൈം ഓർ ഇൻ സം സിറ്റുവേഷൻ ദ ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ ആൻഡ് ഇൻ സം സിറ്റുവേഷൻ ദ ഫ്രിക്ഷൻ ഈസ് ഹാംഫുൾ. സോ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്, കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, പുഷ് പുള്ള്, ദെൻ കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, ദെൻ ഓൾസോ വി ലേൺ അബൌട്ട് ഫ്രിക്ഷൻ ഓൾസോ. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ മോർ അബൌട്ട് ദ ഫ്രിക്ഷൻ ആൻഡ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.